MALLU 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 MALLU. വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സ്വാഗതം ഗൈസ്. അവൾ തുടക്കത്തിൽ കണ്ടത് നമ്മളെ ഷാക്കിർ ഇന്ന് രാവിലെ, അതായത് ഉച്ചയ്ക്ക് ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി. ദൈവാനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് കയ്യിൻ്റെ ഇവിടുത്തെ എല്ലൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഒരു സർജറി പറഞ്ഞിട്ടുണ്ട് കമ്പിയുടെ അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഗൈസ് മാങ്ങോട് മെഡിക്കൽ കോളേജിലാണ്. ഒരിക്കലും മാങ്ങോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റാന്ന് പറഞ്ഞിട്ട് വരരുത്. ഗവൺമെൻറ് അല്ല, പ്രൈവറ്റിൻ്റെ ഇന്നാണ് ഞങ്ങൾ പറയണത്. പ്രൈവറ്റ് ആണ് മാങ്ങോട് മെഡിക്കൽ കോളേജ് എന്ന്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഷാക്കിർ ഇന്ന് രാവിലെ ഒന്ന് വണ്ടിമെന്ന് വീണ് ആക്സിഡൻ്റ് ആയിട്ട് ഷാനു. അപ്പോൾ ഷാനുവാണ് ആദ്യം എടുത്തത്. ഞങ്ങളെ വിളിച്ചതൊക്കെ ഷാനു. ഞങ്ങളൊക്കെ കടന്നുറങ്ങുന്നത് രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മറ്റേ മാങ്ങോട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 10-80,000 റുപ്യ പറഞ്ഞിട്ട് ഒരു 40 റുപ്യ ആക്കി തന്നെ അവർ പറയുന്നു. എനിക്കറിയില്ല, അവരെന്നെ കൂടുതൽ പറഞ്ഞു. അവരെന്നെ പറഞ്ഞു, രണ്ടുപേരെന്നെ പറഞ്ഞു. ഞങ്ങൾ ചോദിക്കേണ്ട തന്നെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ പറഞ്ഞു തന്നു അല്ലേ. ഫസ്റ്റ് കോപ്പറേറ്റീവ് കൊണ്ടുപോയത് അവിടെ നിങ്ങളുടെ എഴുതുന്നതാണ്. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ അറിയാൻ വേണ്ടി പറയാണ്, മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുമ്പോൾ അല്ലേ, മെഡിക്കൽ കോളേജ് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റാന്ന് വിചാരിച്ചിട്ട് ആരും ഓടി വരണ്ട, പ്രൈവറ്റ് ആണ് അല്ലേ. സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങോട്ട് വരില്ല പറഞ്ഞപ്പോ ഞാൻ അൻഷാന്റെ അടുത്ത് പറഞ്ഞിരിക്കായിരുന്നു. അവിടെ ഗവൺമെന്റ് അല്ലേ കുഴപ്പമൊന്നും. അപ്പൊ അൻഷാപ്പത്തിന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല തോന്നുന്നുണ്ട്, വലിയ തിരക്ക് കാണാനില്ലാത്ത. ഗവൺമെന്റ് ആണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടാവണൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ ഒരു ബില്ലും കാലം വന്നപ്പോഴാണ് എത്ര റുപ്യ ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. അറിയാത്ത ആൾക്കാരാണ് പറയാണ്. അവസ്ഥ സർജറി വേണം, നാളെ സർജറി. അപ്പൊ ഞങ്ങൾ ബില്ലും കാലം അടച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. മറ്റേ അപ്പൊ പ്രശ്നമൊന്നുമില്ല. മറ്റേ കയ്യിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. എക്സ്റേ കാണിച്ചാൽ എക്സ്റേ അവിടെയാണ്. കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓക്കെ ആയിട്ട് നിൽക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വീടൊന്നും ചെയ്യില്ല. പക്ഷെ കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ പറയാം അല്ലേ ഷാനോ. കഴിഞ്ഞോ? ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ പോകണം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വീഡിയോൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഞാൻ അതുപോലെ നമ്മൾ നെഗറ്റീവ് വരുന്നതിനെ പറ്റിയിട്ട് കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ കുറേ പേര് അതിനെ പറ്റി പോസിറ്റീവായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗൈസ് അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ നെഗറ്റീവ് കമൻറ്റിന് അങ്ങനെ നമ്മളെ പറ്റി കുറ്റം നമ്മളങ്ങനെ മൈൻഡ് കാണിക്കാറൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കൂടുതലായിട്ട് ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പറയാൻ തോന്നും. കാരണം കുറേ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ തോന്നും. അതാണ് മറ്റൊരു പ്രശ്നം. തത്തമ്മേമ്മ ഹാപ്പിയാണ്, അവർ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണോ. മറ്റേ അപ്പോൾ നമ്മൾ തത്തമ്മേമ്മേനെ വിരുന്ന് വിളിക്കണ്ടോ? ഓക്കെ, അപ്പോൾ തത്തമ്മേമ്മനോട് വിരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അന്ന് നാളെ വിളിക്കും, മറ്റൊന്ന് വിളിക്കും. കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും തത്തമ്മേമ്മ അടുത്ത് വരുന്നത് ഞാൻ കാണിക്കാം. തത്തമ്മേമ്മനെ വരുമ്പോൾ ഏട്ടനെയും അതുപോലെ തന്നെ തത്തമ്മേമ്മേനെയും കൂടി വീട്ടിൽ കാണിക്കേണ്ടത് ഞാൻ എന്തായാലും. അപ്പോൾ അങ്ങനെ പോകണം. പിന്നെ ഞാൻ വേറെ കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മളിവിടെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ അതുപോലെ വീഡിയോ എടുത്തപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വീടിനുള്ളിൽ വൃത്തിയില്ല, അല്ലെങ്കിൽ അത് അവിടെ സാധനം ഒതുക്കി വെക്കണില്ല, നിങ്ങളെന്താ എപ്പോഴും ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയുള്ളത്, എനിക്ക് ഞങ്ങൾ മുന്നേ താമസിക്കുന്ന വീടൊക്കെ നിങ്ങൾ നോക്കി നോക്കൊണ്ട് ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കാരണം എന്നറിയോ, നമ്മൾ പുറത്ത് മറ്റേ ഇപ്പം ഞാൻ എടുത്ത് പറയുന്നത്, നമ്മൾ 8 മിനിറ്റുകൾ വീഡിയോയിൽ കാണുന്നതല്ല വീഡിയോ കേട്ടോ. അതായത് നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് അല്ല. ഇപ്പം ഞങ്ങൾ മുന്നുണ്ടാകുന്ന വീട്ടിലൊക്കെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു, ഓരോ സാധനങ്ങൾ വെക്കാനും അടുക്കാനും പിടിക്കാനൊക്കെ കുറേ സ്ഥലങ്ങൾ. അതായത് നമ്മളെ മുന്നേ നമ്മളെ കൂടെ ഫോളോവേഴ്സ്, അതായത് ഫോളോ ചെയ്ത് കൂടിയ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ സമയത്ത് എല്ലാ സാധനങ്ങളും വെക്കാനും ഇതിനൊക്കെ സ്ഥല സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു സൗകര്യങ്ങളില്ല സത്യത്തിൽ. അപ്പോൾ അത് എല്ലാം പാടെ കെട്ടി പൂട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കും. കാരണം നമ്മുടെ വീടല്ല, ആരും ഇപ്പോൾ അടുക്കളുടെ ഉള്ളിൽ വന്ന് നോക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം പാടെ പൂട്ടിക്കെട്ടി അവിടെയും ഇവിടെയും കൂട്ടി വെക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അതൊക്കെ അതെ. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളത്തെ ചുമരിങ്ങൊക്കെ ഒന്ന് കാണിച്ചാൽ ഞാൻ ഇപ്പോൾ കുട്ടികളെ കാണിക്കും. പിന്നെ അത് ചെയ്യേണ്ടടാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പിടിച്ച് തല്ലി ഇതാക്കി അങ്ങനെയൊന്നും നമ്മളാരും കൂടെ ചെയ്യാറില്ല. അവർക്ക് എന്താണ് സന്തോഷം അത് അവർ ചെയ്യുക. പക്ഷെ കുരുത്തൊക്കെ അങ്ങനെ ഇതൊന്നല്ല കാണിക്കുന്നത്. അവരിപ്പോൾ അവരെ കളിപ്പാപ്പം ഇന്നലെ രാവിലെ ഞാൻ എണീച്ച് വന്നിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നതോടെ കൂടെ ഒന്ന് കാണിച്ചാൽ കണ്ടങ്ങൾ എൻ്റെ അമ്മ ഈ പെട്ടിയിൽ എല്ലാ സാധനങ്ങളും ഇതിൽ ഒതുക്കി കൂട്ടി പൂട്ടി വെച്ചിട്ട്
കട്ടിൻ്റെ അടിയിലെവിടെയും കൊണ്ടെടുത്തേക്കും. കുട്ടികളുള്ള വീട് ഇതിൽ കുറേ കമൻറ്റ്സ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുത്തു വെച്ചിട്ടില്ല, അതായത് ഇവിടെ ഒരുക്കി വെച്ചിട്ടില്ല, ഇവിടെ എല്ലാം ഒക്കെപ്പാടെ അലങ്കോലായി കിടക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കമൻസുകൾ വരുന്നൊരു സംഗതിയാണ്. വൃത്തിയില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസുകൾ സത്യം പറഞ്ഞാൽ മറ്റേ വരാറുണ്ട്. അതെ, ഈ പെട്ടിയിൽ ഈ സാധനങ്ങൾ കയറ്റിയിട്ട് ഇടും, അവർ കൊടുന്നിട്ട് പിന്നെ എടുത്തിടും. ഇത് കുട്ടികളുള്ള വീട്ടിലത്തെ ആൾക്കാർക്ക് അറിയുള്ളൂ. പിന്നെ നമ്മളെ ഈ വീടിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ചെറിയ സ്ഥലം, കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബാക്കി പറയാം ഗൈസ്. ഇതുണ്ടെങ്കിൽ ഇത് നമുക്ക് റൂമിൽ വെക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്. ഈ ബെഡ് അടക്കം ഈ വീട്ടിൽ വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഈ ബെഡ് ഇവിടെ. ഇനി നമുക്കൊരു ബെഡ് കൊണ്ട് പ്രൊമോഷൻ വരാനുണ്ട്. നമുക്ക് വെക്കാൻ സ്ഥലമില്ല. ഒരു സാധനം കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചത് അതുകൊണ്ട് ഇതിൻ്റെ ടിഷ്യൂവിൻ്റെ ബോക്സുകളാണ് ഇരിക്കുന്നത്. ഒക്കെ കവിത, ഇതൊക്കെ കവിത ഇരിക്കുന്നത് മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഓരോ വീഡിയോയിലും ഗോൾഡ് വാങ്ങുന്ന വീഡിയോ ഇടുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഫ്രോഡ് കാണിക്കുകയാണ്, അത് ഞാൻ ഫേക്കായിട്ട് കാണിച്ചിട്ട് ഞാൻ മുക്കുപണ്ടം വാങ്ങിയിട്ട് ഗോൾഡാണ് പണ്ട് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യണമെന്നൊക്കെ. അതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതൊക്കെ കവിതയുടെ ടിഷ്യൂകളാണ്. ഇതായിരിക്കും ഇതിനെ മേലോടിക്കണമെങ്കിൽ ഇതെല്ലാം കവിതയുടെ ടിഷ്യൂകളാണ് ഇരിക്കുന്നത്. ഈ കവിത ടിഷ്യൂ എടുത്ത് വെറുതെ തരില്ല, ഇത് സാധനം വാങ്ങിയോണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. മീൻസ് കണങ്ങൾ ഇതൊക്കെ കുട്ടികൾ ഇത് കളിക്കുന്ന സാധനങ്ങൾ. ഇതുണ്ട്, ഇത് കുഞ്ഞോക്ക് വാങ്ങിയത്. ഇത് കുഞ്ഞോളുടെ അല്ലേ? അല്ലേ? കുഞ്ഞോളുടെ കൊണ്ടുപോയി. അപ്പോൾ ഇത് വെക്കാൻ കഴിച്ച് ഇവിടെ സ്ഥലം കണ്ടോ, ആകെയുള്ള സ്ഥലം ഉണ്ടോ. ഇതിപ്പോൾ ചിലർ പറയും ഒതുക്കി വെച്ചത് കണ്ടോ. ഇതിപ്പോൾ കിടൂന് ഇന്നലെ മിഞ്ഞാന്ന് വാങ്ങിയതാട്ടോ. ഇതുണ്ടോ, ഇത് ഇന്നലെ ഞാൻ വാങ്ങിയതാണ്. പൊട്ടിച്ചു. ചവിട്ടി പൊട്ടിച്ചു. പിന്നെ കണ്ണുകള് ഇതിവിടെ വെക്കാന് സ്ഥലല്ല. നമുക്ക് പിന്നെ എന്താ ചെയ്യമ്മേ, അതാണ് നമുക്കറിയോ. നമ്മളെ മുന്നത്തെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര റൂമുണ്ട്? 4 റൂമുണ്ടാവും അല്ലേ? 1 2 3 4 റൂം. ഒരു ചെറിയ റൂം ഉണ്ടാകുന്നില്ലേ? അത് 5 റൂം ഉണ്ടാകുന്നു മൊത്തം. ഒന്ന് ഈ കിടന്ന റൂം, ഒന്ന് കുഞ്ഞോള് കിടന്ന റൂം, ഒന്ന് അമ്മ കിടന്നേറുന്ന റൂം, ഒന്ന് അറ്റത്തെ പൂജാ റൂം, പിന്നെ ഒന്ന് കോണിയുടെ അടിയത്തെ റൂം, പിന്നെ തട്ടുംപുറം. ശരിക്കും ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടുത്തെ വീട്ടിൽ തട്ടുംപുറത്തെ വെച്ചിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അങ്ങനെ വെക്കാൻ സ്ഥലമില്ല. പിന്നെ ഈ വീടിൻ്റെ ബാക്കിക്കും സ്ഥലമില്ല. കാരണം അതായത് ഈ സ്ഥലം ഉള്ളത് 3 സെൻറ്റ് സ്ഥലത്താണ് 800 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പോൾ അറിയാലോ, പോയി കഴിഞ്ഞാൽ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്ക് സ്ഥലം അതിന് വറക് വെക്കാൻ സ്ഥലമില്ല. അതിൻ്റെ അമ്മ കിടന്ന് കരയുന്നുണ്ട്. നിങ്ങൾ കണ്ടോ അതാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഇനി കാണിച്ചുതരാം. കണ്ടോ, അതാണ് അതിർത്തി. കണ്ടോ, ഇവിടെ വണ്ടി നിർത്താൻ ഇവിടെ സ്ഥലമില്ല. അപ്പോഴാണ് ഇനി ഇവിടെ സാധനങ്ങൾ വെക്കാൻ ഇവിടെ സ്ഥലം ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കെട്ടിപ്പൂട്ടിയാണ് വെക്കുന്നത്. പിന്നെ വീടെടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ അറിയാലോ, നമ്മളെ വ്ളോഗിങ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ എല്ലായിടത്തും പറിച്ചിട്ടുണ്ട്. അമ്മ ആ സൗണ്ട് മീകൊന്ന് ഞാൻ തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പൊട്ടുകുത്തി ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരുന്ന ക്യാമറ മുന്നിൽ നിന്ന് വർത്തമാനം പറയുന്ന ഒരു പരിപാടിയല്ല. നമ്മൾ എന്താണോ ആ നിന്ന നിപ്പിൽ നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ പോലും ഞാൻ കുളിച്ചിട്ടില്ല. ഞാൻ രാവിലെ എണീറ്റ് അങ്ങനെ ചാക്കിയാണ് ഹോസ്പിറ്റലിൽ പോയതാണ്. അവിടുന്ന് വന്നിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരുങ്ങി കുത്തി നിൽക്കുക. അപ്പോൾ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല, ചുണ്ടത്തിൽ കൂടെ ലിപ്സ്റ്റിക് ഇട്ട് തേച്ചിട്ടും ഇതാക്കിയിട്ടും അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മളെടുത്തില്ല. നമ്മൾ എങ്ങനെയാണ് ഇരിക്കണേ ആ ഇരുത്തത്തിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചെടുക്കുകയോ ചെയ്യും. അങ്ങനെ എനിക്കിഷ്ടമല്ല. നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയാണ്ട് എടുക്കുന്നേ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഓക്കെ കണങ്ങൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു സംഗതി കാണുമ്പോൾ കാണുന്ന ആൾക്കാർ എന്താ പറയുക, ഒരുപാട് വട്ടല്ലേ ചാനലിൽ ഞാനിപ്പോൾ അടുക്കളയിൽ ഒരു ഡേ ലൈഫ് ഒക്കെ ചെയ്യാൻ ഞാൻ രാത്രി ഞാൻ അടുക്കളയിൽ പോയി നീറ്റ് ആക്കിയിട്ടുള്ള വീഡിയോ ഒരുപാട് വട്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ആരും കാണില്ല. അതെന്നറിയൂ, കുറ്റങ്ങൾ എവിടെ പറയണം എന്നുണ്ടെങ്കിൽ അത് എടുത്ത് പറയും. അതാണ് പ്രശ്നം. അടുത്ത് പറയും. പക്ഷേ കുഴപ്പമില്ല നമുക്ക്, പക്ഷെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്ന കുഴപ്പമില്ല. 2 കാര്യം, ഷാക്കിർ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് ഇരിക്കുന്ന പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. തത്തമ്മേനെ വിരുന്ന് വിളിക്കില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിരുന്ന് വിളിക്കുന്നുണ്ട്. അതിപ്പോൾ പറയില്ല, അമ്മ പറയില്ല. നാളെ എനിക്ക് മറ്റേ നമുക്ക് എന്തായാലും വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് അവർക്ക് വല്ല തിരക്കുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് അമ്മ എന്തായാലും വിളിച്ച് ചോദിച്ചോളും. അപ്പോൾ അതങ്ങനെ പോണു. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ വരെ ഗൈസ്. എന്തായാലും ടാറ്റാ.